ഈ യുക്തിയിൽ ഭാഷയുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ തമ്മിൽ വേർതിരിച്ചറിയേണ്ട പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഫങ്ഷൻസുകളുടെ എന്താണ് ആംബിഗ്വിറ്റീസിൻ്റെ ഫങ്ഷൻസുകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ വേർതിരിച്ചറിയുന്നത് ലോജിക്ക് നിർണായകമാണ്. കാരണം ലോജിക്ക് പ്രാഥമികമായി വിവരാധിഷ്ഠിത പ്രസ്താവനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇൻഫോർമേറ്റീവ് പ്രസ്താവനകൾ എപ്പോഴും ബന്ധത്തിന് അടിസ്ഥാനമാക്കി ശരിയോ തെറ്റോ എന്ന് വിലയിരുത്താൻ കഴിയുന്ന പ്രസ്താവനകളാണ്. ഇപ്പോൾ ആവിഷ്കാരപരവും നിർദ്ദേശപരവും ആചാരപരവും പ്രകടനപരവുമായ ഭാഷയുടെ മറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് തെറ്റോ ശരിയോ ട്രൂത്ത് വാല്യൂ എന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല അവ യുക്തിസഹമായ അനുഭവങ്ങൾ നേരിട്ട് പ്രസക്തവുമല്ല. ഭാഷയുടെ ഈ പ്രവർത്തനങ്ങളെ ഇൻഫോർമേറ്റീവ് പ്രവർത്തനത്തിൽ നിന്നും വേർതിരിക്കുന്നതിൽ പരാജയപ്പെടുന്നു. നമ്മെ തെറ്റായ വാദങ്ങളിലേക്കോ അസാധുവായ നിഗമനങ്ങളിലേക്കോ നയിച്ചേക്കാം. ഉദാഹരണത്തിന് ഒരു വൈകാരിക പ്രസ്താവനയെ ഒരു ഇൻഫോർമേറ്റീവ് പ്രസ്താവനയായി പരിഗണിക്കുന്നത് യുക്തിക്ക് പകരം വികാരത്തിനടിമപ്പെടുന്ന അബദ്ധമാണ്. അതുപോലെ ഒരു നിർദ്ദേശിക പ്രസ്താവനയെ ഇൻഫോർമേറ്റീവ് പ്രസ്താവനയുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് സത്യത്തെയും മിഥ്യത്തെയും തെറ്റായി വിലയിരുത്തുന്നതിലേക്ക് നയിച്ചേക്കാം. ഭാഷയുടെ മറ്റു ഉപയോഗങ്ങളിലും പ്രവർത്തനങ്ങളിലും നിന്ന് ഇൻഫോർമേറ്റീവ് പ്രവർത്തനം വ്യക്തമായി നിർവചിക്കാൻ പറ്റും. യുക്തിസഹമായ വിലയിരുത്തലിന് അനുയോജ്യമായ പ്രസ്താവനകളിലും വാദങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് യുക്തിസഹമായ വിശകലനം വഴി തെറ്റിദ്ധാരണകളും ദുർവ്യാഖ്യാനങ്ങളും ഒഴിവാക്കാനും കഴിയും. Explain the informative functions of language and its importance in logic. ഭാഷയുടെ ഇൻഫോർമേറ്റീവ് പ്രവർത്തനവും തർക്കശാസ്ത്രത്തിൽ അതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുമെന്നാണ് പറയുന്നത്. അപ്പം പ്രസ്താവനകൾ ഉപയോഗിച്ച് വസ്തുതകൾ അറിയിക്കുക, വിവരിക്കുക എന്നിവ ഭാഷയുടെ ഇൻഫോർമേറ്റീവ് ഉപയോഗങ്ങളിൽ പെടുന്നു. തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. രണ്ടും 4 അരിസ്റ്റോട്ടിൽ ഓർഗാനിസത്തിൻ്റെ രചയിതാവാണ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ പ്രസ്താവനകൾ ശരിയോ തെറ്റോ ആകാം. ലോജിക് പണ്ഡിതർ പ്രാഥമികമായി ഇത്തരത്തിലുള്ള പ്രസ്താവനകളിൽ ഇടപെടുന്നത് കാരണം ഇത്തരം പ്രസ്താവനകളാണ് സ്ഥിരീകരണത്തിന് എന്ന് വെച്ചാൽ അഫർമേഷൻ, നിഷേധത്തിന് എന്ന് വെച്ചാൽ നെഗേഷൻ, അതുവഴി വാദങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പ്രസ്താവനകൾ വിലയിരുത്തുന്നതിനും യുക്തിചിന്തനത്തിനും സാധുവായ നിഗമനങ്ങൾ നിർദ്ധാരണം ചെയ്യുന്നതിനും ഇൻഫോർമേറ്റീവ് ഭാഷ വ്യക്തമായും കൃത്യമായും ഉപയോഗിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. കൃത്യവും സ്പഷ്ടവുമായ ഇൻഫോർമേറ്റീവ് പ്രസ്താവനകളുടെ അഭാവം യുക്തിചിന്തനത്തിനും വാദത്തിനും എപ്പോഴും വെല്ലുവിളിയാണ്. ഇല്ല, നമ്മളൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് വായിച്ചാൽ മനസ്സിലാക്കാന്നേ ഉള്ളൂ. ഡിസ്കസ് ദ എക്സ്പ്രസീവ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് റിലേഷൻസ് ടു ലോജിക്. അപ്പം ഭാഷയുടെ ആവിഷ്കാരപരമായ പ്രവർത്തനവും തർക്കശാസ്ത്രവുമായുള്ള അതിൻ്റെ ബന്ധവും ചർച്ച ചെയ്യാൻ പറഞ്ഞാൽ വികാരങ്ങൾ, അനുഭൂതികൾ, സങ്കടങ്ങൾ എന്നിവ പ്രകടിപ്പിക്കുന്ന ഭാഷയുടെ ആവിഷ്കാര തലത്തിൽ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന് ഭയങ്കരം അല്ലെങ്കിൽ അതിശയകരം അല്ലെങ്കിൽ എന്തൊരു ഗംഭീരമായ മത്സരം എന്നീ പദപ്രയോഗങ്ങൾ വസ്തുപരമായ വിവരങ്ങൾ കൈമാറാൻ ലക്ഷ്യമിടുന്നു. മറിച്ച് പ്രസംഗകൻ വൈകാരിക അവസ്ഥയോ ആത്മനിഷ്ഠമായ അനുഭവമോ അറിയിക്കുക എന്നതാണ്. ഇതിലൂടെ വൈകാരിക ഭാഷ പലപ്പോഴും കവിതയിൽ കാണപ്പെടുന്നു. കവിതയുടെ ഉദ്ദേശം എന്തെങ്കിലും പഠിപ്പിക്കുകയോ അറിയിക്കുകയോ അല്ല, മറിച്ച് വായനക്കാരിൽ അല്ലെങ്കിൽ ശ്രോതാവിൽ വിവിധ വികാരങ്ങൾ ഉണർത്തുക എന്നതാണ്. വികാരങ്ങൾ സത്യമോ അസത്യമോ അല്ലാത്തതിനാൽ ലോജിക്കിൻ്റെ പശ്ചാത്തലത്തിൽ സത്യത്തിൻ്റെയോ അസത്യത്തിൻ്റെയോ അളവുകോൽ വൈകാരിക ഭാഷയിലേക്ക് പ്രയോഗിക്കുന്നത് അർത്ഥശൂന്യമാണ്. വൈകാരിക ഭാഷ പ്രധാനപ്പെട്ട ആശയവിനിമയ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നുണ്ടെങ്കിലും ഇത് യുക്തിചിന്തനത്തിലേക്ക് നേരിട്ടൊരു സംഭാവനയും ചെയ്യുന്നില്ല. ലോജിക്ക് അടിസ്ഥാനപരമായി വസ്തുപരമായും പ്രസ്താവനകളുടെയും ആധാരവാക്യങ്ങളിൽ പ്രിമൈസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള വാദങ്ങളുടെയും സാധുത വിലയിരുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എലാബറേറ്റ് ഓൺ ദ ഡയറക്റ്റീവ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ് ഫോർ ലോജിക്. ഭാഷയുടെ നിർദ്ദേശിക പ്രവർത്തനങ്ങളെക്കുറിച്ചും തർക്കശാസ്ത്രത്തിൻ്റെ അതിൻ്റെ പങ്കും വിശദീകരിക്കാനാണ് പറഞ്ഞത്. നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾ നടത്താൻ മറ്റുള്ളവരോട് ആജ്ഞാപിക്കാനോ നിർദ്ദേശിക്കാനോ അഭ്യർത്ഥിക്കാനോ പ്രസ്താവനകൾ ഉപയോഗിക്കുന്നത് ഭാഷയുടെ നിർദ്ദേശ പ്രവർത്തനത്തിന് ഡയറക്റ്റീവ് ഫങ്ഷൻസ് ഉൾപ്പെടുന്നു. ജാലകം അടയ്ക്കുക, ഇവിടെ വരൂ, ദയവായി നിങ്ങളുടെ പേന എനിക്ക് നൽകുക എന്നിവ ഇതിൻ്റെ ഉദാഹരണങ്ങളിൽ പെടുന്നു. ഈ പ്രസ്താവനകൾ സത്യത്തെയും അസത്യത്തെയും അടിസ്ഥാനമാക്കിയല്ല വിലയിരുത്തുന്നത്. കാരണം അവയുടെ ഉദ്ദേശം വിവരങ്ങൾ ആശയവിനിമയം ചെയ്യുക, മറിച്ച് സ്വീകർത്താവിൽ നിന്ന് പറഞ്ഞയാൾ ആഗ്രഹിച്ച് പെരുമാറ്റമോ പ്രതികരണമോ നേടുക എന്നത് മാത്രമാണ്. അഥവാ ഒരു കാര്യം ചെയ്യാൻ ഡയറക്ഷൻ നൽകുക എന്നതാണ്. ലോജിക്കിൻ്റെ പശ്ചാത്തലത്തിൽ നിർദ്ദേശിക പ്രസ്താവനകൾ വാദങ്ങൾ വിലയിരുത്താനോ യുക്തിസഹമായ സത്യങ്ങൾ സ്ഥാപിക്കുന്നതിനോ
നേരിട്ട് നമ്മെ സഹായിക്കുന്നില്ല. എന്നിരുന്നാലും യുക്തിസഹമായ വിശകലനവുമായി വാദപ്രതിവാദ പ്രക്രിയയുടെ ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളോ അഭ്യർത്ഥനകളോ നൽകിക്കൊണ്ട് യുക്തിചിന്തനത്തിൻ്റെ അവതരണത്തിലോ ആശയവിനിമയത്തിലോ ഇത്തരം ഭാഷയ്ക്ക് ഒരു പങ്ക് വഹിക്കാൻ കഴിയും. അപ്പം നമ്മൾ ഈ ഇമ്പാരറ്റീവ് സെൻറ്റൻസ് പറയും, റിക്വസ്റ്റ്, ഓർഡർ, അങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകൾ വരുന്നതാണ് ഇത് എന്താണ് ഇമ്പാരറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ അതുപോലെ നമ്മൾ അഭ്യർത്ഥിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ യാചിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തോന്ന് ഈ നിർദ്ദേശക പ്രവർത്തനങ്ങൾ തർക്കശാസ്ത്രത്തിൽ അതിൻ്റെ പങ്കും കുറിച്ച് നമുക്ക് പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇതിൽ ദയവായി നിങ്ങളുടെ പേന എനിക്ക് നൽകുമോ, അപ്പം നമ്മൾ അവരുടെ ഒരു യാചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇത് ഇവിടെ വരൂ, കം ഹിയർ, അത് ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത്, ഇവിടെ വരൂ. അപ്പോൾ അതുപോലെ ഈ സത്യത്തെയും അസത്യത്തെയും അടിസ്ഥാനമാക്കിയല്ല വിലയിരുത്തുന്നത്. കാരണം അവയുടെ ഉദ്ദേശ വിവരങ്ങൾ ആശയവിനിമയം ചെയ്യുകയല്ല, മറിച്ച് സ്വീകർത്താവിൽ നിന്ന് പറഞ്ഞയാൾ ആഗ്രഹിച്ച പെരുമാറ്റമോ പ്രതികരണമോ നേടുക എന്നത് മാത്രമാണ്. അതാ ഒരു കാര്യം ചെയ്യാൻ ഡയറക്ഷൻ നൽകുക എന്നതാണ്. അല്ലാതെ ലോജിക്കിൻ്റെ പശ്ചാത്തലത്തിൽ നിർദ്ദേശക പ്രസ്താവനകൾ വാദങ്ങൾ വിലയിരുത്താനോ യുക്തിസഹമായ സത്യങ്ങൾ സ്ഥാപിക്കാനോ നേരിട്ട് നമ്മെ സഹായിക്കുന്നില്ല ഇതൊന്നും. എന്നിരുന്നാലും യുക്തിസഹമായ വിശകലനവും വാദപ്രതിവാദ പ്രക്രിയയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളോ അഭ്യർത്ഥനകളോ നൽകിക്കൊണ്ട് യുക്തിചിന്തനത്തിൻ്റെ അവതരണത്തിലോ ആശയവിനിമയത്തിലോ ഇത്തരം ഭാഷയ്ക്ക് ഒരു പങ്ക് വഹിക്കാൻ കഴിയുമെന്നുള്ളതാണ്. എക്സ്പ്ലെയിൻ ദ എന്താണ് സെറമോണിയൽ ആൻഡ് പെർഫോമേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ഹൗ ദേ ഡിഫർ ഫ്രം ദ ഇൻഫോർമേറ്റീവ് ഫങ്ഷൻസ്. ഞാനിത് ഇങ്ങനെ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വായിക്കാൻ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇംഗ്ലീഷിലല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ മലയാളത്തിൽ വായിച്ചിട്ട് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ അറിഞ്ഞുകൂടാമെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ, ഒന്നാതെ അങ്ങനത്തെ സബ്ജക്റ്റാണിത്, പറ്റിയില്ലെങ്കിലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മലയാളത്തിൽ പറയുന്നത്.